ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ധന്യസ്മരണകൾ ഉണർത്തി ശാന്തിഗിരി ആശ്രമത്തിൽ പൂജിതപീഠം സമർപ്പണാഘോഷം നടന്നു. രാവിലെ 5 മണിയുടെ ആരാധനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗുരുധർമ്മ പ്രകാശ സഭ അംഗങ്ങളുടെ നേതൃത്വത്തിൽ താമര പർണശാലയിൽ പ്രത്യേക പുഷ്പാഞ്ജലിയും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഗുരുഭക്തർ രാവിലെ 7 മണി മുതൽ പർണശാലയിൽ പുഷ്പസമർപ്പണം നടത്തി പ്രാർത്ഥനകൾ അർപ്പിച്ചു. രാവിലെ 9 മണിക്ക് നടന്ന പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് ചൈതന്യ ജ്ഞാനതപസി, ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ മേജർ അതിഭദ്രാസനം സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവിന്റെ ശിഷ്യയായ അമൃതജ്ഞാന തപസ്വിനി ഗുരുവിന്റെ ശിഷ്യപൂജിതയായ പുണ്യദിനമാണ് പൂജിതപീഠം സമർപ്പണം. എല്ലാ വർഷവും ഫെബ്രുവരി 22-ന് വ്രതനിഷ്ഠയോടെയും പ്രാർത്ഥനാ സങ്കല്പങ്ങളോടെയും ഈ ദിനം പൂജിതപീഠം സമർപ്പണമായി ആഘോഷിക്കുന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സനാതന ധർമ്മപാതയിൽ വെളിച്ചമായ ഗുരുപരമ്പരകളിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനമാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കരുണാകര ഗുരു സ്ത്രീകളുടെ ആധ്യാത്മിക ഉന്നമനത്തിനു കൂടി തുല്യ പ്രാധാന്യം നൽകിയത് സനാതന ധർമ്മ പാരമ്പര്യം. ആ പാരമ്പര്യം അദ്ദേഹം ശരിയായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. സമഭാവനയും ഉൾക്കൊള്ളലും സഹജീവികളോടുള്ള കരുണയും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സനാതന ധർമ്മ പാത. ആ സനാതന ധർമ്മ പാതയാണ് ഈ ഗുരുപരമ്പര നമുക്ക് നൽകിയിട്ടുള്ളത്. വൈകുന്നേരം 4 മണിക്ക് യജ്ഞശാലയിൽ നിന്നും ആരംഭിച്ച കുംഭഘോഷയാത്ര ആശ്രമ സമുച്ചയം വലം വെച്ച് കുംഭങ്ങളും ദീപങ്ങളും ഗുരുപാദത്തിൽ സമർപ്പിച്ചതോടെ ഇക്കൊല്ലത്തെ പൂജിതപീഠം സമർപ്പണം ആഘോഷങ്ങൾക്കും അർദ്ധവാർഷിക കുംഭമേളയ്ക്കും സമാപനമായി. ജനം, തിരുവനന്തപുരം.